നമസ്കാരം. സിനിമിത്തായിലേക്ക് സ്വാഗതം. നമ്മുടെ കുടുംബത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ അമ്മായിയമ്മ മരുമോള് സംഘടന. മിക്ക വീട്ടിലും അതൊരു വലിയ ഒരു പതിവ് ചടങ്ങ്. അമ്മായിയമ്മ മരുമോളുമായിട്ടും മരുമോൾ അമ്മാവയായിട്ടും നാത്തൂനായിട്ടും ഒക്കെ അങ്ങ് സംഘർഷങ്ങളാണ്. അത് ഇങ്ങേ അറ്റത്തെ വിദ്യാഭ്യാസമില്ലാത്ത ആൾ മുതൽ അങ്ങേ അറ്റത്തെ നിലയിൽ വിദ്യാഭ്യാസം ഉയർന്ന പദവിയിലുള്ളവർക്ക് വരെ അവിടെ വരെ ഇതിൻ്റെ സംഘർഷമുണ്ട്. പല വീട്ടിലും നല്ല നല്ല ചെറുപ്പക്കാരന്മാർ ഇപ്പം ബാറിൽ നിന്ന് ഇറങ്ങാത്ത പ്രധാന കാരണം വീട്ടിലുള്ള സംഘർഷാവസ്ഥ. അവരാരടുത്ത് അവൻ കൂടെ നിൽക്കും, അവൻ്റെ ഭാര്യയോടൊപ്പം നിൽക്കും, അമ്മയോടൊപ്പം നിൽക്കും. അപ്പോൾ രണ്ടിൻ്റെ ഇടയ്ക്ക് റഫറി പോലെ കിടന്ന് ഓടുന്ന ചെറുപ്പക്കാർ പയ്യന്മാരുടെ കാര്യം വളരെ ദയനീയമാണ്. കാരണം അവരൊന്നും മെൻ്റലി മെച്ചൂർഡാകാത്ത പിള്ളേരാണ്. ഈ പബ്ലിക്കുമായിട്ടൊന്നും ബന്ധമില്ലാതെ അവനെ പിടിച്ച് കല്യാണം കഴിച്ച് അവനെ പിടിച്ച് വീട്ടിൽ പോകുന്ന അവൻ്റെ ഒരു ഭാര്യയെ കൊണ്ടുവന്നു അവൾക്ക് ഈ പറയുന്ന അമ്മായിയമ്മയെ കാണുമ്പം ഒരു വലിയൊരു ശത്രുവിനെ കാണുന്ന ഒരു ലുക്കാ അവന്. ഈ മരുമോക്കും അത് തന്നെ. അപ്പം ഇതൊരു വലിയൊരു പ്രശ്നമാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇത് കണക്കൊരു സംഭവം ഉണ്ടായി. ഇത് ഞാൻ കേട്ടതിൻ്റെ കഥയാണ്. അത് എവിടെ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കേട്ടതിൻ്റെ കഥയാണ്. അമ്മായിയമ്മയും നാത്തൂൻ ഒരു വലിയ നിലപാടാണ്. അമ്മായിയമ്മ നാത്തൂനും മരുമോനും കൂടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം. ഒരു തരത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റും. രണ്ടുപേര് കിട്ടം നിൽക്കുക. ഒടുവിൽ ഇവർക്ക് അങ്ങ് ശക്തമായപ്പോൾ അമ്മായിയമ്മ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു, ഇവളെ നശിപ്പിച്ചിട്ടേ ഇറങ്ങും. ഇവള് ജീവിതത്തിൽ ഇവള് വീട്ടിലുണ്ടെങ്കിൽ നടക്കത്തില്ല, എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാനൊക്കത്തില്ല. ഇവർക്ക് ഇവരുടെ നാട്ടിൽ ഇവരുടെ കുടുംബത്തിൻ്റെ അടുത്തൊരു വൈദ്യരുണ്ട്. ഇയാളുടെ കുടുംബകാര്യങ്ങളൊക്കെ പറയുന്നത് നോക്കുന്ന വൈദ്യരാണ്. അപ്പോൾ വൈദ്യരെ കണ്ടു പറഞ്ഞു, വൈദ്യരെ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, വൈദ്യർക്ക് അറിയാമല്ലോ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ചെറിയ പോലെ നമ്മളറിയാവുന്ന ഈ മരുമോള് വന്ന ശേഷം എനിക്കൊരു സ്വസ്ഥതയില്ല. അപ്പോൾ വൈദ്യർ പറഞ്ഞു, അമ്മ ഞാനിപ്പോൾ എന്നാ ചെയ്യാനാ, നിങ്ങളൊരു കാര്യം ചെയ്യാം, അവൾ കട്ടിലിൽ എണീക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു മരുന്ന് അവൾക്ക് കൊടുക്കാൻ എനിക്ക് തരണം, ഞാൻ അവൾക്ക് കൊടുത്തോളാം, അവിടെ കട്ടിൽ എണീക്കരുത്. ഈ കാര്യങ്ങൾ കൊല്ലണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കട്ടിലിൽ എണീക്കാതെ ഒന്ന് കിടത്തി തന്നാൽ മതി. വൈദ്യുതി പറഞ്ഞാൽ അമ്മ അതൊക്കെ വലിയ പോയി കേട്ട് നോക്കാവുന്ന പ്രശ്നമാണ്, നിങ്ങൾ ഈ ആവശ്യമില്ല, ഇതാരും അറിയത്തില്ല. എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം, ഒരു വൈദ്യുതി ആവശ്യമുള്ള കാശ് ഞാൻ തരാം. അപ്പോൾ കാശിൻ്റെ പ്രശ്നം അത് നിൽക്കട്ടെ, ഞാനൊരു മരുന്ന് തരാം, തൽക്കാലം അത് കൊടുക്ക്, അത് കഴിഞ്ഞിട്ട് അവർ തളരുകയാണെങ്കിൽ ആ കാശ് എനിക്ക് തന്നാൽ മതി. അത് ഇയാളകത്ത് പോയി ഇതൊക്കെ ചെയ്തിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് പൊടി കൊണ്ടുവന്നു കൊടുത്തിട്ട് പറഞ്ഞു, ഈ മരുന്ന് പാലിൽ ഇട്ടിട്ട് കൊടുക്കണം, കലക്കി കൊടുക്കണം. കൊടുക്കുമ്പോൾ മരുമകൾക്ക് ഒരു സംശയവും വരരുത്, സ്നേഹത്തോടെ നല്ല ഒരു പെരുമാറ്റത്തോടെ കൊടുക്കാവൂ, ദേഷ്യപ്പെടരുത്. അത് വളരെ ചെയ്യേണ്ട കാര്യമാണ്. യാതൊരു കാരണവശാലും ദേഷ്യപ്പെടാതെ സന്തോഷമായിട്ട് അവർക്ക് എല്ലാ ദിവസവും പാലിൽ ഒക്കെ ഇത് കൊടുക്കുക. അതിനിടയ്ക്ക് അതിനോട് അനുബന്ധമായിട്ട് തന്നെ അവളോട് ഏറ്റവും നല്ല സ്നേഹത്തോടെ തന്നെ പെരുമാറുകയും വേണം. ഇത് ഒരിക്കലും ഒരു ഇതാവരുത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് വലിയ വളരെ സന്തോഷമായിട്ട് ആ പൊടിയും വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. മരുമോളെ വിളിക്കുന്നു, രാവിലെ പാലിനകത്ത് കൊടുക്കുന്നു. അതിനുശേഷം അമ്മായിയമ്മ എല്ലാ ദിവസവും മരുമോളുടെ മുറിയിൽ തന്നെ ഈ പാൽ കൊണ്ട് വയ്ക്കും. അപ്പോഴും മരുമോൾക്ക് ഒരു ദേഷ്യം അവരോടുണ്ട്. മരുമോൾ വിചാരിച്ചു, ഈ വല്യമ്മയെ നശിപ്പിച്ചില്ലെങ്കിൽ എനിക്കങ്ങനെ ജീവിക്കാനോ. അതുകൊണ്ട് വല്യമ്മ ഈ വൈദ്യരെ കുറിച്ച് അറിയാൻ വേറെ വൈദ്യരെടുത്ത് ചെല്ലുന്നു. വൈദ്യരോട് പറയുന്നു, വൈദ്യരെ എൻ്റെ അമ്മായിയമ്മ അറിയാൻ, അവർ വലിയ പ്രൗഢയായ സ്ത്രീയാണ്, ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്ന അന്ന് മുതൽ ഞാൻ കരഞ്ഞത്, എനിക്ക് കരയാനേ സമയമുള്ളൂ. അതുകൊണ്ട് വൈദ്യരുടെ ഉപകാരം ചെയ്യണം, ആ വല്യമ്മയുടെ നാക്ക് ഒന്ന് അനങ്ങാതെ വരണം, അതുകൊണ്ട് അതിനുള്ള മരുന്ന് തരിക. വല്യമ്മ ഞാൻ എങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നാൽ മതി, എപ്പോഴും ഒന്നും പ്രശ്നമാണ്. വൈദ്യുതി പറഞ്ഞാൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ല, അത് വൈദ്യുതി തന്നേ പറ്റത്തുള്ളൂ, അപ്പോൾ രൂപ വേണമെങ്കിലും തരാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വലിയ പ്രശ്നമാണ്. വൈദ്യുതി കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ അവസരം കുരുക്കരുത്, ഇല്ല ഞാൻ ആരോടും പറയത്തില്ല. വൈദ്യുതി അകത്ത് പോയി വീണ്ടും ഒരു പൊടി തയ്യാറാക്കി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വല്യമ്മയുടെ ആഹാരത്തിൽ നിങ്ങൾ ഈ പൊടി ഇട്ട് കൊടുക്കണം, അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുക്കണം, അതിലൊക്കെ നമ്മൾ ഈ പൊടി നിങ്ങൾ ഈ കലർത്തി കൊടുക്കുകയും വേണം. വളരെ സ്നേഹത്തോടെ പെരുമാറാവും, അതൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യരുത്. ഇല്ല ഞാൻ അങ്ങനെ ചെയ്തു. അങ്ങനെ രണ്ടുപേരും പോകുന്നു. മരുമോള് അമ്മായിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കുന്നു, അതിനകത്ത് ഈ പൊടി വിതറുന്നു, അമ്മായിയമ്മ കൊടുക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അമ്മായിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട 9 അമ്മായിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആഹാരം അവർ ഉണ്ടാക്കി കൊടുക്കത്തില്ല. ഈ സംഭവത്തിന് ശേഷം
അമ്മായിമ്മക്ക് ഇഷ്ടപ്പെട്ട ആഹാരം അവിടെ പൊടിയൊക്കെ ഇട്ടിട്ട് കൊടുക്കും. അപ്പുറത്തൂടെ അമ്മായിയമ്മ ഗ്ലാസ്സിൽ പാലിൽ ഈ പൊടി കലർത്തി അമ്മായിമ്മ മരുമകൾക്ക് കൊടുക്കും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് സ്നേഹത്തോടെ അങ്ങ് പെരുമാറുക. പെരുമാറി രണ്ടുപേരും അങ്ങ് മത്സരിച്ച അമ്മായിമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുക്കാം വിചാരിയോ നല്ല സ്നേഹമായിട്ടൊക്കെ. അപ്പം കുറച്ച് ദിവസമായപ്പോൾ അമ്മായിമ്മയ്ക്കൊരു വിഷമം. ഇവിടെ എൻ്റെ മരുമോൾ എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നോക്കുന്നത്, ഞാൻ ഇവിടെയാണല്ലോ ഈ തളർന്ന് കട്ടിലെ കിടത്താനുള്ള മരുന്ന് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആണെങ്കിൽ അവൾ വളരെ സ്നേഹമായിട്ട് എന്നോട് പെരുമാറും. വലിയ പെട്ടെന്ന് ഒരു ദിവസം മരിച്ച് വേണ്ട, അതേ സ്നേഹമുള്ളൊരു മരുമോളെ ഞാൻ നശിപ്പിക്കുന്ന ശരിയല്ല. ഇവർ നേരെ വൈദ്യരുടെ ചെന്ന് പറഞ്ഞു, വൈദ്യരെ ഒരു അബദ്ധം പറ്റി, അപ്പം മരുമോൾ എന്നോട് ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ട് ആ മരുന്ന് ഇനി കൊടുക്കണ്ട. പക്ഷേ ഇത്രയും കാലം കൊടുത്ത മരുന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവൂ? അപ്പം വൈദ്യര് കുറച്ചേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അത് കുഴപ്പമാണ്, ഒരു കാര്യം ചെയ്യാൻ, ഞാൻ മറന്നു മരുന്ന് തരാം, അത് കൊടുക്കണം. ഇപ്പോൾ ഇനി മരുന്നെല്ലാം വെച്ച് ഇരിപ്പുണ്ടോ, അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാൻ അന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ ആ മരുന്ന് വാങ്ങിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരു പുതിയ മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ഈ മരുന്ന് മരുമൊക്കെ കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ആ സ്നേഹത്തോട് കൊടുത്ത് കൊടുക്കാൻ പോകണം, അവർക്ക് സംശയം തോന്നരുത്. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല എന്നും പറഞ്ഞ് വല്യമ്മ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. മരുമകൾ ഇതുപോലെ ഉള്ളിലൊരു ഉൾവിളി പോലെ തോന്നി, ഞാൻ ഈ അമ്മായിയമ്മയാണ്, ഇത്ര സ്നേഹമുള്ളൊരു അമ്മായിയമ്മ ഞാൻ ഈ നശിപ്പിക്കുന്നത് ശരിയാണോ എന്ന് വിചാരിച്ച് മരുമൊക്കെ ഒരു ഉള്ളിലൊരു വിഷമം തോന്നി. നേരെ വൈദ്യരെടുത്ത് വരും. വൈദ്യരെടുത്ത് ഈ കഥകളെല്ലാം പറയുന്നു. വൈദ്യർ വീണ്ടും മരുമോക്ക് ഈ പറയുന്ന പൊടി കൊടുക്കും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സ്നേഹമായിട്ട് തന്നെ കൊടുക്കണം, അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കൊടുക്കണം, അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യരുത്, എങ്കിൽ മാത്രമേ ഇത് ഫലപ്രദമാകും. തീർച്ചയായിട്ടും അങ്ങനെയൊന്നും പറഞ്ഞ് അവർ ആദ്യം കൊടുത്ത മരുന്ന് വാങ്ങിച്ചു വെച്ചിട്ട് രണ്ടാമതൊരു പൊടി. അങ്ങനെ ഇവർ മത്സരിച്ച് ഇവർ ഭയങ്കരമായ ഒരു സ്നേഹബന്ധത്തിലായി. അവർക്ക് രണ്ടുപേർക്കും ആ വിട്ട് മാറി നിൽക്കാൻ പറ്റാത്ത ഒരു ബന്ധത്തിൽ ചെന്നുപെട്ടു. ഇപ്പം യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഈ വൈദ്യര് ഒരു വിഷമരുന്നും അല്ല കൊടുത്തത്, ഒരു ആരോഗ്യത്തിന് വേണ്ടിയുള്ളൊരു പൊടിയാണ് രണ്ടുപേർക്കും കൊടുത്തത്. പക്ഷേ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അവരുടെ മനസ്സ് മാറ്റിയത്. നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് അല്ലെങ്കിൽ അമ്മായിയമ്മയോട് മറ്റുള്ളവരുടെ നമ്മുടെ പെരുമാറ്റം എങ്ങനെ വരും, അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയും. മരുമകളുടെ ഇഷ്ടത്തിനനുസരിച്ച് അമ്മായിമ്മ നിൽക്കുകയും അമ്മായിമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് മരുമകൾ അവിടെ പ്രശ്നങ്ങൾ അവിടെ. അതുകൊണ്ട് ഇത് ആ ഉള്ള സ്നേഹം, നമ്മൾ ഈ സ്നേഹം എന്ന് പറയുന്നതേ പ്രകടിപ്പിക്കാനുള്ളത്, മനസ്സിൽ കൊണ്ട് നടക്കാനുള്ളതല്ല. മനസ്സിൽ കൊണ്ട് നടന്നാൽ വലിയ കുഴപ്പമാണ്. അതൊക്കെ പ്രകടിപ്പിക്കുക. ആ പ്രകടിപ്പിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഗുണം നിങ്ങൾക്കുണ്ടാകും. ഈ കഥയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ശ്രമം വിജയിച്ചു. നന്ദി.